ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസും ഇതിനുള്ള റെസൊല്യൂഷനും എന്തെല്ലാമെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ കമൻറ്റ് ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ ഷോർട്സിന് താഴെ സബ്സ്ക്രൈബ് എന്നതിന് പകരം അനലിറ്റിക്സ് എന്ന് കാണിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ ഷോർട്സ് വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ഓപ്ഷൻ ലഭിക്കുന്നില്ല. നമ്മൾ മറ്റാരുടെയെങ്കിലും എല്ലാം ഷോർട്സ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ഈ സബ്സ്ക്രൈബ് ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഷോർട്സ് നിങ്ങൾ മറ്റൊരാളുടെ മൊബൈലിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്നെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ബ്രദർ, എൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം മറ്റുള്ളവരുടെ വീഡിയോ ഞാൻ കാണുമ്പോൾ അതിൽ സെൻഡ് ഗിഫ്റ്റ് എന്ന് കാണിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ നമ്മുടെ വീഡിയോ കുറച്ച് ആളുകളിലേക്കെല്ലാം എത്തുമ്പോൾ, അതായത് കുറച്ച് വ്യൂസ് എല്ലാം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പല ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കിട്ടും. അതായത് നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ട കാര്യങ്ങൾ അതുപോലെ മറ്റു പല ഫീച്ചേഴ്സും ആഡായി കിട്ടും. ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ എല്ലാം ലഭിച്ചവർക്ക് അവർക്ക് ഇതിൽ പേയ്മെൻ്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അവരുടെ പ്രൊഫൈലിൽ ഗിഫ്റ്റ് ഓപ്ഷൻ എല്ലാം ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ആർക്കെങ്കിലും നിങ്ങളുടെ റീൽസ് എല്ലാം കണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ ഗിഫ്റ്റ് വഴിയെല്ലാം പേയ്മെൻ്റ് എല്ലാം നൽകാൻ സാധിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റീച്ചായി കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്, ഇത് എങ്ങനെ നമുക്ക് മെയിൽ അയക്കാം ഇത് ലഭിക്കുന്നതിന് വേണ്ടി എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇനി മറ്റൊരു ചോദ്യം, ഇതൊരു മറുപടി തരണേ, എൻ്റെ ID കാർഡ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ആക്കാൻ കൊടുത്തിരിക്കുകയാണ്, റെഡി ആകാൻ 3 months ആകുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ നിലവിലെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ഒക്കെ കൊടുത്ത് ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ നെയിം എല്ലാം ചേഞ്ച് ചെയ്താൽ കൊടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് നിലവിലുള്ള ID കാർഡ് ഇത് വാലിഡ് ആണ്, എക്സ്പയർഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങളുടെ ചാനലെല്ലാം മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഫിൽ ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിലും അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ അവിടെ കറക്റ്റായി അല്ലെങ്കിൽ പല ഭാഗത്തും ഇൻകറക്റ്റായി കൊടുക്കാൻ പാടില്ല. ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നമ്മൾ ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ID കാർഡ് നിലവിൽ ഇത് ആക്റ്റീവ് ആണ്, എക്സ്പയർ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് എല്ലാം യൂസ് ചെയ്ത് തന്നെ നിങ്ങളുടെ ചാനലെല്ലാം മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പിന്നീട് എപ്പോഴെങ്കിലും അപ്ഡേഷൻ എല്ലാം ചോദിക്കുന്ന സമയത്താണ് വീണ്ടും നമുക്ക് ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യമെല്ലാം മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ഈ മോണിറ്റൈസേഷൻ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ വർഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമെല്ലാം ആയിരിക്കും ഇത്തരത്തിൽ ഈ ഡീറ്റെയിൽ എല്ലാം കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാം. ഇനി അടുത്തതായി ഇവിടെ 5 വർഷമായി ഉപയോഗിച്ചു വച്ചുള്ള ചാനൽ ഇപ്പോൾ ഉപയോഗിച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 5 വർഷമായി ഉപയോഗിക്കാത്ത ഒരു ചാനലാണെങ്കിൽ ഏറ്റവും നല്ലത് പുതിയ ഒരു ചാനലെല്ലാം തുടങ്ങി അതിൽ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം എലിജിബിൾ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനെല്ലാം സാധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചു എന്ന് കരുതി അതിൽ ഒരുപാട് നാളത്തേക്ക് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു ചാനലിലേക്ക് നമുക്ക് വേണ്ട മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള വാച്ച് ടൈം ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ ആ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആകുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മെയിലെല്ലാം വരാം. അതിനാൽ തന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിക്കാത്ത ഈ ഒരു ചാനലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ചാനലെല്ലാം തുടങ്ങി അത് മോണിറ്റൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തതായി ഇവിടെ, സർ, ലോങ് വീഡിയോസിൽ നിന്നും കട്ട് ചെയ്ത് ഷോർട്സ് ആയി അപ്ലോഡ് ചെയ്താൽ റീയൂസ്ഡ് കണ്ടന്റ് ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പേർക്കെല്ലാം ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതായത് അവരുടെ ലോങ് ഫോം കണ്ടന്റിൽ നിന്നും അവർ ഷോർട്സിലേക്ക് മാറ്റിയതിന് ശേഷം
ഇതിൽ കുറേ അധികം പ്രശ്നങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇവിടെ ചോദിക്കുന്നത്, ഒരു വീഡിയോ ചെയ്യാൻ ഗൂഗിളിൽ നിന്നും ഫോട്ടോസ് ആഡ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലോങ് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ അല്ലാത്ത കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ഒറിജിനൽ ഓണർ എല്ലാം കാണുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം ഇഷ്യൂ ചെയ്യാം. അതിനാൽ തന്നെ നമ്മൾ ഇവിടെ ഗൂഗിളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്യുന്നതൊന്നും ഇത് നമുക്ക് നമ്മുടെ ചാനലിന് ഗുണം ചെയ്യില്ല. ഇനി അടുത്തതായി ഇവിടെ പറയുന്നത്, ഫോട്ടോസ് ആഡ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മോണിറ്റൈസേഷൻ ആയതാണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡ് ഷോ പോലെയുള്ള നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് വീഡിയോസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് ഈ സ്ലൈഡ് ഷോ പോലെയുള്ളവയ്ക്കൊന്നും മോണിറ്റൈസേഷൻ ഇഷ്യൂ എല്ലാം വരാറുണ്ട്. കുറേ പേർക്ക് ഇത്തരത്തിൽ വന്നതായി കണ്ടിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക. എൻ്റെ യൂട്യൂബിൽ ചാനൽ മെമ്പർഷിപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ലോവർ ക്രൈറ്റീരിയ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ മോണിറ്റൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇവിടെ ഇനി പറയുന്നത്, അബദ്ധവശാൽ എൻ്റെ ഈ ഒരു ചാനൽ ഡിലീറ്റ് ആയി എന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സാധാരണ നമ്മൾ തന്നെ നമ്മുടെ ചാനലെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് റിട്രീവ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് പേർ അവർക്ക് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇങ്ങനെ യൂട്യൂബ് ടീമുമായി കോൺടാക്ട് ചെയ്യുകയും, എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ, അതായത് നമ്മൾ തന്നെ ഈ ഒരു അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇത് തിരിച്ചു കിട്ടാനെല്ലാം തന്നെ വളരെ പ്രയാസമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയ ഡൗട്ടുകൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ കുറേ കമൻസ് എല്ലാം തന്നെ നമുക്ക് റിപ്പീറ്റായി വന്നിരിക്കുന്ന കുറേ കമൻസ് ആണ്. അതായത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്